അരുൺ നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. അരുൺ ഈ കണ്ടെയ്നർ ഉള്ള സ്ഥലത്താണോ ഉള്ളത് അരുൺ? അതിന്റെ തൊട്ട് മുന്നിൽ നിൽപ്പുണ്ട്. ആണോ? അവിടെ ആളുകൾ എന്താണ് അരുൺ പറയുന്നത്? ആളുകൾ ഈ തൊട്ടടുത്ത 2-3 വീടുകളുണ്ട്. ആ വീട്ടിലെ ആൾക്കാർ നമ്മുടെ ഒപ്പം നിൽപ്പുണ്ട്. അവരതിന്റെ കാര്യങ്ങൾ പറയും. അപ്പൊ അവർ സംസാരിക്കട്ടെ. അരുൺ അവരോട് ചോദിച്ചാൽ കൊടുക്കട്ടെ ഫോൺ കൊടുക്കട്ടെ. ഓ ഹലോ, ഇതെപ്പോഴായിരുന്നു ഈ കണ്ടെയ്നർ അവിടെ അടിഞ്ഞു എന്നുള്ള കാര്യം അറിഞ്ഞത്? 10 മണി കഴിഞ്ഞപ്പോഴാണ് ഇത് അറിയുന്നത്. സംഭവം സൗണ്ട് കേട്ടാ എല്ലാരും ഓടി ഇറങ്ങിയത് ഒക്കെ. അത് ശരി. പറഞ്ഞോളൂ. പാറയിൽ വന്ന് അടിക്കുകയായിരുന്നു. അങ്ങനെ സൗണ്ട് കേട്ട് നമ്മളെല്ലാരും മക്കളുമായിട്ട് ഇറങ്ങി നോക്കുമ്പോഴാണ് ഈ സംഭവം കാണുന്നത്. ഈ കടൽ ഭിത്തിയിലേക്ക് വന്ന് അടിച്ചു കയറിയതിന്റെ ശബ്ദമായിരുന്നിരിക്കണം അല്ലേ? അതെ. അവിടെ നല്ല കാറ്റും മഴയുമായിരുന്നോ ആ സമയത്തൊക്കെ? അപ്പൊ നല്ല കാറ്റായിരുന്നു. നല്ല കാറ്റും അതിനകത്ത് കടലുമായിരുന്നു. പേടിയായിരുന്നില്ല. ഞങ്ങളങ്ങ് ഭയന്ന് പോയി. ഞാനും എന്റെ മക്കൾ ഓടി ഇറങ്ങുകയായിരുന്നു സൗണ്ട് കേട്ട് പേടിച്ച്. അതിനുശേഷമാണോ ഈ അധികൃതരെ വിവരം അറിയിക്കുന്നത്, അതോ പഞ്ചായത്ത് മെമ്പറൊക്കെയാണോ ആദ്യം അറിയിക്കുന്നത്? ആദ്യം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഞങ്ങളുടെ ഉല്ലാസ് അല്ലേ? ഉല്ലാസ് അദ്ദേഹത്തെ വിളിച്ച് അറിയിപ്പിച്ചാണ്. അദ്ദേഹം പിന്നെ എല്ലാവരും അറിയിച്ചിരിക്കുന്നത്. ഇപ്പോ അവിടെ ഈ വന്ന ആളുകൾ എന്തെങ്കിലും പരിശോധന നടത്തിയോ? അവിടെ പോലീസും ഇപ്പോൾ മറ്റുദ്യോഗസ്ഥരും ഒക്കെ ഉണ്ടല്ലോ. ഉണ്ട്. പരിശോധന ഒക്കെ നടത്തിയായിരുന്നു അവര്. രാത്രിയായാലും ഇത്രയും നേരമായില്ല. അപ്പൊ അതുകൊണ്ട് ഇനി അതെല്ലാം നോക്കിയിട്ടാക്ക. പിന്നെ നേരം വെളുക്കുമ്പോൾ എന്തെങ്കിലും എന്ത് ചെയ്യണമെന്നുള്ളത്. 1:25 അല്ലേ? അതെ 1:20 കഴിഞ്ഞു. ഇപ്പൊ എത്ര വീടുകളിലുള്ള ആളുകളോടാണ് അല്പം മാറണമെന്ന് പറഞ്ഞിരിക്കുന്നത്? തൊട്ടടുത്തുള്ള ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? ഹലോ സാർ, ഞാൻ അടുത്തുള്ളതാ. ഈ അടുത്തുള്ള വീടുകളിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ തൊട്ടടുത്തുള്ള വീട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണല്ലേ? അപ്പൊ എങ്ങോട്ടാണ് അങ്ങനെയാണെങ്കിൽ മാറുക? തൊട്ടടുത്ത് മറ്റ് സ്ഥലങ്ങളുണ്ടോ മാറാൻ? ഇല്ല, ഞങ്ങളിങ്ങനെ ദൂരോട്ട് മാറി. അതിന്റെ അടുത്തോട്ടൊന്നും പോയിട്ടില്ല. എല്ലാരും വന്ന് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞങ്ങളിങ്ങനെ അകലം പാലിച്ച് നിൽക്കുക. അല്ലാതെ ഒരുപാട് സാറന്മാരൊക്കെ വന്ന് എല്ലാം പരിശോധിച്ച് അങ്ങനെ നിൽക്കുക. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവർ ഉണ്ടല്ലോ അല്ലേ അവിടെ? ഉണ്ട്, പ്രസിഡന്റ് ഉണ്ട്. ഞങ്ങൾ നേരത്തെ കളക്ടറോട് സംസാരിച്ചിരുന്നു. അപ്പോൾ കളക്ടർ ഇക്കാര്യം പറയുന്നുണ്ടായിരുന്നു. ഈ വിദഗ്ധ പരിശോധന നടക്കണമെങ്കിൽ ഈ കാലാവസ്ഥയാണ് ഇപ്പോൾ പ്രതികൂലമായിട്ടുള്ളത്. അപ്പോൾ രാവിലെ ആകണം, പുലർച്ചെ ആകണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ വിദഗ്ധ സംഘം അവർ തന്നെ വന്നെത്തി ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടക്കും. പക്ഷേ കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് കൂടുതൽ പരിശോധന നടത്താൻ കഴിയുന്നില്ല എന്നാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെ പറഞ്ഞത്. അപ്പോൾ അതാണ് നിലവിലെ സാഹചര്യം. അതെ. അപ്പോൾ നന്ദി. ഏതായാലും പേരെന്താണ്? എന്റെ പേര് ധനുജ. അപ്പൊ ധനുജ, നന്ദി ഏതായാലും ഇത്തരം വിവരങ്ങൾ അറിയിച്ചതിന്. ഏതായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് അധികൃതർ വിശദീകരിക്കുന്നുണ്ട്. അരുണിനൊന്ന് ഫോൺ കൈമാറുവാണെങ്കിൽ നമ്മൾ കൂടുതൽ വിവരങ്ങൾ അരുണിനോട് ചോദിക്കാം. അപ്പോൾ ഏതായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം അവിടെ ഇല്ല. ഒരു 10:30-യോടെയാണ് ഇത്തരത്തിൽ വലിയൊരു ശബ്ദം കേട്ടത് എന്നാണ് അവിടെ പ്രദേശവാസിയായ ധനുജ ഇപ്പോൾ പറഞ്ഞത്. വലിയ ശബ്ദം കേട്ട് അവർ പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. നല്ല അരുൺ കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞു. അരുൺ, ഇപ്പോൾ നിലവില് ഏതെങ്കിലും തരത്തിൽ അവിടെ ഉള്ള അധികൃതർ എന്തെങ്കിലും മറ്റു വിവരങ്ങൾ നൽകുന്നുണ്ടോ? എന്തെങ്കിലും പരിശോധനകളൊക്കെ നടക്കുന്നുണ്ടോ? അതിന് പറ്റുന്ന ഒരു കാലാവസ്ഥ ഉണ്ടോ നിലവിൽ അരുൺ? നിലവിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കടലും ശക്തമാണ്. ഈ ചെറിയ പൊക്കമില്ലാത്ത ഒരു പുലിമുട്ടുണ്ട്, കടൽ ഭിത്തി. അതിനും കടലിനും ഇടയ്ക്ക് കിടന്നുകൊണ്ട് ഈ കടൽ തീരെ അനുസരിച്ചിട്ട് ഇത് കല്ലിൽ വന്ന് അടിക്കുകയാണ്. ഈ കടൽ ഭിത്തിയുടെ കല്ലിൽ വന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. ശരി, പറഞ്ഞോളൂ. അപ്പം ആ സൗണ്ട് കേട്ടോണ്ടാണ് ഇവരെല്ലാം ഭക്ഷണം കഴിച്ചിട്ട് കിടന്നവരാണ് 10:30 ആയപ്പോ. ഈ വന്ന് അടിക്കുന്ന സൗണ്ട് കേട്ടോണ്ടാണ് ഇവർ ഇറങ്ങിച്ചെന്ന് നോക്കുമ്പോഴാണ് ഈ കണ്ടെയ്നറിന്റെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇവർക്കെല്ലാം പേടിയായി. കാര്യം 200 മീറ്റർ ദൂരം നിൽക്കണമെന്നുള്ള ഒരു നിർദ്ദേശമുള്ളതുകൊണ്ട് അവരെല്ലാം പേടിച്ചാണ് നോക്കിയത്. പിന്നെ പ്രസിഡന്റിനെ അറിയിച്ച്, പ്രസിഡന്റ് വന്ന് പോലീസ് അധികാരികളെ അറിയിച്ച് അവരെല്ലാം വന്ന് നോക്കിയപ്പോഴാണ് ഇത് കാലിയാണെന്ന് മനസ്സിലാകുന്നത്. അപ്പോഴാണ് ഈ ഇവിടെ താമസിക്കുന്ന ഒരു 8ഓളം വീടുകൾ അവർക്ക് പേടി മാറി വീട്ടിൽ തന്നെ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോഴും ചെറിയ തോതിൽ മഴയും പെയ്യുന്നുണ്ട്. കടല് നല്ല ശക്തവുമാണ്. നല്ല തിരയടിക്കുന്നുണ്ട്. ഈ മോശം കാലാവസ്ഥയാണ് അപ്പോൾ ഈ പരിശോധനയ്ക്ക് ഒരു തടസ്സമായിട്ടുള്ളത് അല്ലേ? പരിശോധന അതിനകത്തൊന്നും ഇല്ലെന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പം പോലീസും എല്ലാവരും ഉള്ളത്.
ഒരു ഡോർ ഓപ്പൺ ആയി കിടക്കുന്നുണ്ടല്ലേ? അപ്പോൾ മറ്റൊന്നും ഇല്ലാകത്ത് അതങ്ങനെ ഉറപ്പിക്കുന്നുണ്ടോ അവർ? ഉറപ്പിക്കുന്നുണ്ട്. കാര്യം അല്ലെങ്കിൽ ഇത്രയും ഈ കാലി ആയോണ്ടാണ് ഇത്രയും തിരക്കകത്ത് കേട്ട് അടിക്കുന്നതെന്നാണ് ഒരു നിഗമനം. അതിനകത്ത് വെയിറ്റുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത്രയും ശക്തമായിട്ട് കിടന്ന് അടിക്കത്തില്ല. അതാണ് പോലീസ് അധികാരികളും മറ്റ് ഡിപ്പാർട്ട്മെന്റും എല്ലാം പറയുന്നത്. പക്ഷെ എന്നാലും ജനങ്ങൾക്ക് ആശങ്കയുള്ള ഒരു സാഹചര്യത്തിൽ വിദഗ്ധ ഒരു പരിശോധന വേണ്ടി വരുമായിരിക്കും അല്ലേ? വേണ്ടിവരും. ഇനി കടലിൽ ഒഴുകി വരുന്ന വഴിക്ക് ഇതിനകത്ത് തുറന്നതാണോ എന്നും അറിയാനൊക്കത്തില്ല ഒരു സൈഡ്. അതെ അങ്ങനെയും വരാം. ഏതായാലും അക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരണമെങ്കിൽ നാളെ ഇതുമായി ബന്ധപ്പെട്ടവരെത്തി പരിശോധന നടത്തണം. രാവിലെ രാത്രിയിൽ ആ ഭാഗത്ത് വെട്ടമൊന്നുമില്ല, അവിടെ പരിശോധന ബുദ്ധിമുട്ടാണ്. ഇതിന്റെ മുന്നിൽ നിൽക്കുന്ന വീടുകളുടെ വാതിലുള്ള വെട്ടം മാത്രമേ ഉള്ളൂ ഇപ്പൊ നിലവിൽ. അത് ശരി. അപ്പൊ ശരി അരുൺ, ഏതായാലും അരുൺ നമ്മൾ എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അരുൺ വിളിക്കൂ, നമുക്ക് ആ വിവരം കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം അരുൺ. ശരി അരുൺ. ഏതായാലും അരുൺ 24-ന്റെ പ്രാദേശിക ലേഖകനാണ് അരുണാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. പക്ഷേ ദുരന്ത നിവാരണ അതോറിറ്റി ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു എന്നതുകൊണ്ടാണ് ഇത് പ്രധാനപ്പെട്ട ഒരു വാർത്തയായി മാറുന്നത്.